ഇവിടെ മാമ്പള്ളി എവിടെയെന്നാ? അത് ശരി. മാമ്പള്ളി ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. എന്താ എല്ലാവരും നോക്കി നിൽക്കണേ? ജോലി ചെയ്യാ. മാമ്പള്ളി ഭരണി കയറി ഒളിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഒളിച്ചതല്ല, ഭരണിക്ക് സുഷിരങ്ങൾ ഉണ്ടോന്ന് നോക്കുമായിരുന്നു. ദന്ത്യത്തിന്റെ ചേരുവകൾ എന്തൊക്കെയാന്ന് അറിയുവോ? നാഗദന്തി വരെ, കുമ്പിൽ വരെ, കൂവള വരെ, മുഞ്ഞ വരെ, മൂവില വരെ, ഒരില് വരെ, പലകപ്പയ്യാനി വരെ, കറുത്ത ചുണ്ട വരെ, വെളുത്ത ചുണ്ട വരെ ഇത്യാദി ചേർത്ത് ഒരു ഫലം വീതം. പിന്നെ കറുത്ത ചുണ്ടയും വെളുത്ത ചുണ്ടയും മാത്രമല്ല, ഞെരിഞ്ഞിലും ത്രിബലത്തോടും കൊടുവേലക്കിഴങ്ങും ഒരു ഫലം വീതം ചേർക്കണം വിധി പ്രകാരം. പറയാഞ്ഞിട്ടല്ല. ഇങ്ങോട്ടിറങ്ങുക. സ്വിച്ചിട്ട ഇതൊക്കെ ഉണ്ടാക്കുന്ന യന്ത്രങ്ങൾ വരുത്താൻ ധനോല്യാഞ്ഞിട്ടല്ല, നിങ്ങളെയൊക്കെ തീറ്റിപ്പോറ്റണേ. ശ്രീ പരമാനന്ദ സിദ്ധഗുരു പറഞ്ഞു തന്ന അതീവ രഹസ്യമായ ഔഷധ കൂട്ടുകൾ പാരമ്പര്യ വിധികളും ആചാരങ്ങളും തെറ്റിക്കാതെ കൃത്രിമത്വമില്ലാതെ ഉണ്ടാക്കണമെന്ന് ഈ നീലകണ്ഠൻ വൈദ്യർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാ. മനസ്സിലാവുന്നുണ്ടോ മറ്റൊന്ന്? എല്ലാം വിശദീകരിച്ച് ഞാൻ പറഞ്ഞതാണ്. എന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഒരു കൈപ്പിഴ. പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. ഒരണപ്പല്ലേ. നന്നായി. ഗോമൂത്രത്തിൽ അരച്ച് നായ്ത്തിട്ട മേമ്പടി ചേർത്ത് ദിവസത്തിൽ ഒരു 6 നേരമായിട്ട് സേവിച്ചോളാം. അതുകൊണ്ട് എന്താ ഗുണം? ഗുണമൊന്നുമില്ല, വെറുതെ കളയണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. എന്താ കുട്ടി ഇങ്ങനെ പൊട്ടം കടിച്ചു മാതി പറഞ്ഞേ? സുഭദ്രാമച്ചി ഉണ്ണിമാമയെ പോലെ വീണ്ടും സംസാരിക്കുന്നു. ഹലോ, എയർപോർട്ടല്ലേ? ആ ഉണ്ണികൃഷ്ണ, കേൾക്കുന്നില്ല? അത് തന്നെ ഞാൻ പറയണ മനസ്സിലാക്കണോ ആദ്യം? ഈ അച്ഛനെ കണ്ണു കാണില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണ. ഒക്കെ മനസ്സിലായി. ഫോണിങ്ങോട്ട് വെക്ക. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ല. ഈ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ ചെയ്ത? കയ്യെന്ന് വിടൂ. ഞാൻ എയർപോർട്ടിലേക്ക് വിളിച്ചതാ. പൊട്ടിത്തെറിക്കാത്ത പ്ലെയിൻ വല്ലതും ഉണ്ടോന്ന് അറിയാനാ. അത് മുഴുവൻ നശിപ്പിച്ചു. അതൊക്കെ ഞാൻ അന്വേഷിച്ചോളാം. ഓപ്പോള് ധൈര്യമായിട്ടിരിക്കുക. ഓപ്പോളോ? നല്ല കഥ. വാസുമാമയ്ക്കും എന്നെ കണ്ടിട്ട് മനസ്സിലാവില്ലാത്ത കഷ്ടാണേ. മാമ്പള്ളി അശ്വഗന്ധാരിഷ്ടം എടുത്തോളൂ. കുട്ടി മരുന്ന് മുടക്കി അല്ലേ? കുഴപ്പമൊന്നുമില്ല, വേണ്ടാന്ന് സുഭദ്രാമച്ചി എന്നെ പറഞ്ഞത്. അല്ല, അമ്മ അവിടെ പോയിരിക്കാ? സുഭദ്രാമച്ചി അടുക്കളയിലുണ്ട്. ഉണ്ണിയമ്മ എന്നോട് വന്നോളൂ. വരൂ ഉണ്ണിയമ്മ. വാസുമതി, നിനക്ക് ഇത്തിരി കൂടുതലുണ്ട്. ഞാൻ വന്ന നേരം തൊട്ട് ശ്രദ്ധിക്കണു. നോക്കിയേ, ഈ മരുന്നങ്ങോട്ട് കുടിക്കുക. എന്തിനാ ഇത്? എനിക്ക് അസുഖമൊന്നുമില്ല. ഞാൻ എന്റെ ആദരമോളുടെ പിറന്നാള് കൂടാനായിട്ട് വന്നതാ. അവളെവിടെ? ആതിരമോള് കോളേജിൽ പോയിരിക്കാ. ഓപ്പളി മരുന്ന് കുടിക്കുക. മരുന്നോ? ആർക്ക്? ഞാൻ ഉണ്ണികൃഷ്ണനാണെന്ന് പറഞ്ഞില്ലേ? വൈകുന്നേരത്തെ വിമാനത്തിൽ വന്നതാ. എന്നാ ഉണ്ണികൃഷ്ണത് കുടിക്കാ. എന്നിട്ട് കുറച്ചങ്ങോട്ട് വിശ്രമിക്ക. നല്ല ക്ഷീണം ഉണ്ടാവും. യാത്ര കഴിഞ്ഞ് വന്നല്ലേ, ഈ മരുന്ന് കുടിക്കാ. പറഞ്ഞില്ലേ? നീ സമാധാനമായിട്ടിരിക്കേ. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു താവളം കണ്ടുപിടിക്കാം. മാമ്പുല്യാശനായിരുന്നു. പിന്നെ ആരാണെന്നാ വിചാരിച്ചേ? എത്ര നേരായി പൂജാദ്രവ്യങ്ങളുമായി പുറത്ത് കാത്തു നിൽക്കുന്നു. ഓ, എന്താ ചൂട്. അതെ അതെ, ഇന്നൊരു മഴയ്ക്കുള്ള കോളുണ്ട്. എപ്പോഴാ ഇടിയും കുടിക്ക് പെയ്യണേന്ന് അറിയില്ല. അല്ല, എവിടെ താൻ പറഞ്ഞ സഹദേവൻ? സഹദേവനല്ല, ജയദേവൻ. അത് തന്നെ. എവിടെ ആള്? ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് വരിക. ആള് മിടുക്കനാണല്ലോ. ഞാൻ മാമ്പള്ളി വാസുദേവൻ. എല്ലാരും മാമ്പള്ളിന്നാ വിളിക്കാം. അറിയാം, മർമാണി വൈദ്യരാണല്ലേ? ഔ, താൻ എന്നെ കുറിച്ച് ഇയാളോട് ധാരാളം പറഞ്ഞിരിക്കുന്നു തോന്നുന്നു. ഇരിക്ക. താൻ ഇരിക്കണ്ട, പോയി ഗ്ലാസ് എടുത്തോണ്ട് വരിക. മർമാണി ചികിത്സയൊക്കെ നിർത്തി. ദാ ഇത് വിദേശി, ഇതും ഇത് ദശമൂലം സ്വദേശി, ഇതും രക്തരക്ഷസുകളൊന്നും ശരീരത്തിൽ കയറി പിടിക്കാതിരിക്കാനുള്ള ഒരു രക്ഷാപ്രയോഗം. പോയി വാതിലടയ്ക്കതാ.
പ്രേതാത്മാവായിരിക്കും. എന്താ പുറത്തിറങ്ങണ്ട. നമുക്ക് തോന്നിയതാണെങ്കിലോ നമ്മളിപ്പോ കണ്ടതല്ലേ? അതെ, ഏതായാലും നമുക്ക് നോക്കാം. ഏയ് ഞാനില്ല. നമ്മൾ 4 പേരില്ലേ? വാ നോക്കാന്ന്. പ്രേതം തന്നെയാ. അല്ല മക്കളെ, നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ കരിവാരി തലങ്ങും വലങ്ങും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സക്സസ് ആയാലേ ബാക്കിയുള്ളതിനൊക്കെ ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. ഞങ്ങളുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്കാം. അങ്ങനെയാണെങ്കിൽ സിസിലിക്കിട്ട് 2 പഞ്ചും 3 കിക്കും കൊടുക്കാം. അവളെ അമ്മയുടെ ഒരു കരാട്ട ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇത് വെറും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കൈയും കാലും തല്ലി ഒടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി. അത്രയല്ലേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ കൈയും കാലും തല്ലി ഒടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷി ഇത് ഗീതോപദേശോ? മതി അവളിങ്ങ എത്താറായി. എഴുന്നേറ്റ് ഐക്യപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല് ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് എന്താ മാഷേ? എടാ, ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഊപ്പാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. അതിനെന്താ, പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട ഇനി ഇവന്റെ കയ്യും കാലം തല്ലി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനാടാ നീ. എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. ഇത് എടുത്തു കൈ. നീ ഈ വലത്തെ കൈയാണ് ഒടിക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആയി. അല്ല തമ്പി, ഇവൻ ഇതിപ്പോ കൊളാക്കൂ. നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? SI വേലുത്തം. മനസ്സിലായില്ല? എടോ വക്കീലേ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലുമെന്നുള്ളതും ഉറപ്പ്. IPC 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ വകുപ്പ്? അത് ഗുണ്ടാണേമല്ലേ? മിണ്ടാതെ പാടോ. അല്ല, അപ്പൊ നമ്മുടെ സേവിയർ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. എന്റെ ചാക്കരേ. ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്, ഇത് വലത് കാല്. പിടികിട്ടി. പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. എത്തിപ്പോയി. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ വീട്. ഹാപ്പി. ഇത് വലത് കാല്. കഴുകി നോക്കാം. അപ്പൊ ഇത് വലതാണ്. ഇത് ഇടത് കൊണ്ട് കഴുകാം. ഇത് വലത്. അയ്യോ റൺ അപ്പു, റൺ.
അതെന്തോന്ന് ഭൂമി കുലുക്കും ഒരാളൂടെ ഇത്രയും കുലുങ്ങി അപ്പോ സെർച്ച്. അയ്യോ സിസിലി അയ്യോ സിസിലി സെർച്ച് സെർച്ച് അപ്പോ. ദേ കള്ളൻ.